നമ്മുടെ സോയാബീൻ സോയ കറി വയ്ക്കാൻ പോവുകയാണ്. കറി വെച്ചിട്ടൊരു സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ കാത്തിരുന്ന് കണ്ടു. ഇതിങ്ങനെ ഇട്ട് വെച്ച് പലരും പല രീതിയിലാണ് വെക്കുന്നത്. പക്ഷേ ഇതിനൊരു കട്ടുണ്ട്. ഇത് പച്ചക്കറിയുടെ സോയാബീനാണ്. അപ്പം നമ്മളിതൊന്ന് തിളപ്പിച്ച് വേവിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓണാക്കിയോ? ഇത് കണ്ടോ, നമ്മുടെ സോയാബീൻ വേവിച്ച് അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ 2-4 വെള്ളം കഴുകി വൃത്തിയാക്കി എടുക്കുന്നു. കണ്ടല്ലോ. ആവി കയറ്റിയിട്ട് ഇനി മാവ് ചട്ടി ചൂടായി. എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടട്ട് നല്ലോണം പൊട്ടിയിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ അരിഞ്ഞിട്ടിരുന്ന സവോള, പച്ചമുളക്, കരിയാപ്പില ചെറുതായിട്ടൊന്ന് മൂത്ത് അതിലൂടെ ഇട്ട് വയ്ക്കുക. ഇട്ട് ഇച്ചിരിയും കൂടെ വരാതെ വന്നാൽ തക്കാളി നമ്മൾ ചേർക്കുന്നതാണ്. അപ്പോൾ ഉപ്പ് ഇച്ചിരി ഇരിക്കും. നമ്മൾ മുളക് പൊടി ഇട്ട് എടുക്കും. ഇത് കുറേയും കൂടെ ഇട്ട് നല്ലോണം വഴറ്റി സോയാബീൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. ഇതുകൊണ്ടാണ് ചിരിച്ച മാവ് ഇത് കണ്ട. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പറാണ്.